ഇന്ന് നമുക്ക് പൂക്കലിലേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം അതിന് നമ്മൾ ഇതിൽ 2 പൂക്കല മുറിച്ചെടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇന്ന് ചെയ്ത് നോക്കാം. ഇത് ഏറ്റവും పూర్వీని ముచ్చటత పూకిలియానండి. హాయ్ అండి అందరికీ. మరి మనం కేరళలో ఉన్న మోహన్ సార్ ఇంటికి వచ్చామండి. మేడం వచ్చేసి ఆశా గారు. వీళ్ళిద్దరు ఉండేసి ఆయుర్వేదిక్ మెడిసిన్ మనకు తయారు చేసి చూపిస్తారు. చాలా ఏళ్ల నుంచి నడుము నొప్పి పెయిన్ ఉంటుంది కదా ఎక్కువగా, మరి వాళ్ళకు కీళ్ళ నొప్పులకు అటువంటి వాటికి ఆయుర్వేదిక్గా వీళ్ళు ప్రిపేర్ చేసి మనకు చూపిస్తారండి. మరి వెళ్దామా? നമ്മളിന്ന് പൂക്കലിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ പൂക്കല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ചെറുതായി ഒന്ന് അരിഞ്ഞ് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു 1/2 കിലോ ശർക്കര വേണം. കുറച്ച് അരി, അത് നിങ്ങൾക്ക് ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പച്ചരി ആവാം, ഉണക്കലരി ആവാം. പിന്നെ അതിലേക്ക് സ്പൈസസ് ചേർക്കണം. ആയുർവേദ കടയിൽ നമുക്ക് കിട്ടും, അങ്ങാടി കടയിൽ കിട്ടുന്ന മെഡിസിനാണിത്. കുരുമുളക്, പെരിഞ്ജീരകം, ചുക്ക്, കറുവപ്പട്ട, ഏലക്കായ, കുറച്ച് ഗ്രാമ്പൂ, ഇതെല്ലാം കൂടി പൊടിച്ചത്. ഞാനിവിടെ ഇതെല്ലാം വറുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. വറുത്ത് പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് മരുന്ന് കൂട്ടാണ്. ആയുർവേദ കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ മരുന്ന് കൂട്ടുകൾ. അപ്പം നമ്മൾക്ക് തുടങ്ങിയാലോ? നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കാൻ റെഡിയാക്കി വയ്ക്കാം. ശർക്കര പാനിയാവുന്ന നേരം കൊണ്ട് നമുക്ക് നാളികേരം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നാളികേരത്തിന്റെ 1-ാം പാല് മാറ്റി വെക്കണം. എന്നിട്ട് 2-ാം പാലിൽ നമ്മൾക്ക് പൂക്കൽ അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ നാളികേരപ്പാല് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നാളികേരപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 1-ാം പാല് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 2-ാം പാലിൽ നമുക്ക് പൂക്കുല അരച്ചെടുക്കാം. പൂക്കിലരച്ചെടുക്കുമ്പോൾ അതോടൊപ്പം നമുക്ക് അതിൽ കുറച്ച് അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഇതും കൂടി ചേർത്തരയ്ക്കാം. അപ്പം നമ്മൾക്ക് ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാവാൻ വയ്ക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൂക്കിലരച്ചത് ചേർത്ത് കൊടുക്കുക. നമുക്ക് ശർക്കര ഉരുക്കി വെച്ചേക്കുന്നത് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം. ശർക്കരയും അരച്ചു വെച്ചിരിക്കുന്ന പൂക്കുലയും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് അവിടെ കിടന്ന് നല്ലോണം തിളയ്ക്കണം. പൂക്കുലയും കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം. നാളികേരപ്പാല്. നാളികേരപ്പാല് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി ഇത്
അടി പിടിക്കാതെ എപ്പോഴും നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ പൂപ്പില കൂട്ട് പാകത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മരുന്ന് കൂട്ടിട്ട് വെക്കാം. അതിൽ നമ്മൾ കുരുമുളക്, ചുക്ക്, ഏലക്കായ, ഉലുവയാണ് അതിൻ്റെ മെയിൻ. അത് അതിൻ്റെ ടേസ്റ്റൊക്കെ അധികം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഇടാം. അപ്പൊ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി ഇതിനെ നല്ലോണം പാകങ്ങൾ വരെ ഇളക്കി കുറെ കഴിയുമ്പോൾ കുറച്ച് നെയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മൾക്ക്. അപ്പൊ നമ്മുടെ ലേഖം ഏതാണ്ട് റെഡി ആവാറായി തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ അത് വരണ്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ കൊട്ടുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ നേരത്തേക്കൊക്കെ കൊട്ടി വരും. നല്ലോണം ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ലേഖം റെഡിയാവും. നമ്മുടെ പൂക്കുല ലേഖം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചൂടാറുമ്പോഴത്തേക്ക് ഒന്നും കൂടി കട്ടയാവും. അതില് മരുന്നുകളുടെയൊക്കെ മണം വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം. നമ്മുടെ പൂക്കുലയും ഏതാണ്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് തിക്കായി വരുന്നുണ്ട്. ഉണ്ടാവും. ഈ കുറച്ചുകൂടെ തിക്കാവും. ഇതൊന്ന് ഈ പാകത്തിൽ ഇറക്കി വെച്ച് ചൂടാറാൻ വെച്ച് ചൂടാറി കഴിയുമ്പോൾ ഇതിനൊരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1-2 ആഴ്ചയിലേക്ക് ഉപയോഗിക്കാം. നമുക്ക് ബാക്ക് പെയിന്, ശരീരവേദനയ്ക്ക് എല്ലാത്തിനും നല്ലതാണ്. പ്രത്യേകിച്ചും ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മളിത് നല്ലോണം ഉപയോഗിക്കേണ്ടതാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. എല്ലാവരും കാണും. ഇതിന് ചൂടൊക്കെ ആദ്യം വന്നിട്ടുണ്ട്. ചെറിയ ചൂടേ ഉള്ളൂ. നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. పూకులేహం టేస్ట్ నోకు. పోపుల లేహం ఇది నిన్నైటెండు. మరి ఇక లేహము చాలా ఆయుర్వేదిక్ అండి. ఇప్పుడు వరకు ప్రిపేర్ చేసినారు మరి ఆశా మేడం గారు. ఇది వచ్చేసి టెంకాయ చెట్టు ఉంటుంది కదా, మధ్య భాగంలో ఫ్లవర్ ఉంటుంది కదా, దాన్ని తీసుకొని తయారు చేస్తారు. ఇది ఎక్కువగా బాడీ పెయిన్స్, చాలా రోజుల నుంచి మంచాల్లో ఉంటారు కదా అనారోగ్యంతో, ఎముకల నొప్పులు, బలహీనత వాళ్ళ కొరకు ఎక్కువగా ఇది పనిచేస్తుంది. అలాగనే డెలివరీ అయిన సమయంలో ఆడవాళ్లకు చాలా పెయిన్స్ ఉంటాయి. అంటే పచ్చి వళ్ళు కదా, ఆ పచ్చి వళ్లకు నరాలు అన్ని చాలా బలహీనంగా ఉంటాయి. వారికి బలమైన ఫుడ్ అండి ఇది. కాబట్టి ఇది తయారు చేసి మాకు ఆశా గారు ఇక్కడ చూపించారు. మరి రెమెడీ మీకు నచ్చినట్లయితే లైక్ చేయండి. అలాగని కామెంట్ సెక్షన్ లో ఉంటుంది కదండి, అక్కడ కూడా ఈ యొక్క రెమెడీ కాదు ఇంకా వేరే మీకు ఏదైనా కావాలన్నప్పుడు కూడా ఆయుర్వేదిక్ వాళ్ళు చేసి చూపిస్తారు మనకి కేరళ నుంచి. కాబట్టి ప్రత్యేకంగా వారు మనకు చూపించినందుకే ధన్యవాదాలు. చాలా థ్యాంక్ యూ మేడం.